classes. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 6th chapter സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്സിലെ എക്സസൈസ് 6.3 ക്വസ്റ്റ്യൻ നമ്പർ 6 and 7 ആണ്. അപ്പോൾ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക്, കമന്റ്, ഷെയർ ഒക്കെ ചെയ്യണം. അതോടൊപ്പം തന്നെ ബെലൈക്കൺ കൂടി ഹിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എൻ്റെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് എൻ്റെ ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് എൻ്റെ എല്ലാ സ്മാർട്ട് സ്റ്റുഡൻസിനും ഒത്തിരി താങ്ക്സ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ 6th ക്വസ്റ്റ്യൻ ഇതാണ്. For each of the following numbers, find the smallest whole number by which it should be divided so as to get a perfect square. Also find the square root of the square number so obtained. അപ്പോൾ എന്താ നമ്മളെടുത്ത് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് കുറച്ച് നമ്പേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മളെടുത്ത് പറഞ്ഞിരിക്കുകയാണ് ഇത് ആ തന്നിരിക്കുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒന്നും തന്നെ പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് അല്ല. അപ്പൊ നമ്മളെടുത്ത് പറഞ്ഞിരിക്കുകയാണ് ഏത് നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്താൽ ഇതിനെ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ ആക്കി എടുക്കാൻ പറ്റും. ഓക്കെ, ആ നമ്പർ നമ്മൾ കണ്ടുപിടിക്കണം, ഏറ്റവും സ്മോളസ്റ്റ് ഹോൾ നമ്പർ. പിന്നെന്താണ് നമ്മളെടുത്ത് പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ കണ്ടുപിടിക്കുന്ന പുതിയ നമ്പർ, അതായത് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന പുതിയ നമ്പർ ഉണ്ടല്ലോ, അതിൻ്റെ സ്ക്വയർ റൂട്ടും കണ്ടുപിടിക്കാനാണ് നമ്മളെടുത്ത് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചിരുന്നത് പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്ത നമ്പേഴ്സ് തന്നിട്ട് അതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടി മൾട്ടിപ്ലൈ ചെയ്യാനാണ് നമ്മളെടുത്ത് പറഞ്ഞിരുന്നത് അല്ലേ. ഇവിടെ നമ്മളെടുത്ത് ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ അതിന് മുമ്പായിട്ട് പഴയ വീഡിയോ കാണാത്തവർ, അതായത് ഇതിന് മുമ്പുള്ള വീഡിയോ കാണാത്ത കുട്ടികൾ അത് പഠിക്കണം. ഓക്കെ, അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എങ്ങനെയാ ഇത് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 252 ആണ് അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ ഇങ്ങനെ ചെയ്യേണ്ടുള്ളത് നമ്മൾ മുമ്പ് ചെയ്തിട്ടില്ലേ, അതേപോലെ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് വഴിയാണ് ഇതും ചെയ്യേണ്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടുള്ളത്, ഇത് അവിടെ നോക്കിക്കേ, എൻഡിങ് വിത്ത് ഈവൻ നമ്പർ ആണ്. ഈവൻ നമ്പേഴ്സിൽ എൻഡ് ചെയ്താൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, 2. അപ്പൊ നമുക്ക് ചെയ്യാം, 2 വെച്ചിട്ട് ചെയ്യാം. 2 1s are 2, 2 2s are 4, 1 6 2s are 12, then 2 6 2s are 12, 3 2s are 6. ഇത് എന്തിന്റെ ടേബിൾസിൽ പോകും, 3യുടെ ടേബിൾസിൽ അല്ലേ. അപ്പൊ 3 2s are 6, 21, 3 7, then 7 1s are 7. അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ കൂടി നമ്മൾ കണ്ടെത്തിയത്. അപ്പൊ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ചെയ്യാൻ അറിയാത്ത മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പൊ ആ വീഡിയോസ് കാണാത്തവർ അത് കണ്ട് പഠിക്കണം. അതിനകത്ത് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് എങ്ങനെയാണ് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് വഴി സ്ക്വയർ റൂട്ട് കണ്ടെത്തുന്നതെന്ന്. ഓക്കെ, ഓരോ വീഡിയോസിലും നമുക്ക് അത് തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എല്ലാവരും കാണാത്ത മക്കൾസൊക്കെ ആ ലിങ്ക് എടുത്ത് നോക്കിയിട്ട് കണ്ടുപിടിച്ചേക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനെയാ നമ്മുടെ ഫാക്ടേഴ്സ് ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമുക്ക് ഏത് നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്താൽ ഇതിനെ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ ആക്കി എടുക്കാമെന്ന് നോക്കാം. ഇവിടെ നോക്കിക്കേ, 2ന് പേരുണ്ട് അല്ലേ. അടുത്ത് നമുക്ക് 3 നോക്കാം. 3ക്ക് എന്തുണ്ട്, പേരുണ്ട് അല്ലേ. ഇവിടെ ഇപ്പൊ 2ന് പേരുണ്ട്, അപ്പൊ നമുക്ക് ഒരു 2 എടുക്കാൻ പറ്റും. ഇവിടെ 3ക്ക് പേരുണ്ട്, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഒരു 3 എടുക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ആരാ ഒറ്റയ്ക്ക് കിടക്കുന്നേ, നമ്മുടെ 7ന് ജോഡി ഉണ്ടോ, ഇല്ല. അപ്പൊ എന്ത് ചെയ്താൽ മതി, ഇവിടെ 7 ആണ് എക്സ്ട്രാ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ 7 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് 252നെ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ 7 കൊണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ 7 കൊണ്ട് ചെയ്യുന്നത്, നമ്മുടെ 7ന് ജോഡിയില്ല, കൂട്ടാരുമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ 252നെ നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റാം അല്ലേ, 252നെ. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം, to make it a perfect square, divide it by, എന്തുകൊണ്ടാ ഡിവൈഡ് ചെയ്യേണ്ടുള്ളത്, 7 കൊണ്ട്. കാരണം ഇവിടെ എന്തുകൊണ്ടാ 7 ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് 7 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, 252 divided by 7 is equal to, അപ്പൊ നമുക്ക് എത്രയാ കിട്ടുന്നതെന്ന് നോക്കാം, ഡിവൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ 7 3s are 21, then 4 42, 7 6 are 42. അപ്പൊ എന്താ നമുക്ക് കിട്ടിയത് ആൻസർ, 36 അല്ലേ. 7 into 36. അപ്പൊ നമുക്ക് ഡിവൈഡ് ചെയ്തപ്പോൾ 36 ആണ് ആൻസർ വന്നത്. ഓക്കെ, അപ്പൊ 36 എന്ന് കിട്ടി.
അപ്പൊ നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? പിന്നെ അടുത്തത് എന്താ സെക്കൻഡ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ആ പുതിയ നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ആ പുതിയ നമ്പറിനെ ഒന്ന് എടുത്ത് എഴുതാം. ന്യൂ നമ്പർ obtained is equal to 36 അല്ലേ? ഇനി നമുക്ക് അതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാം. സ്ക്വയർ റൂട്ട് ഓഫ് 36 ഈസ് ഈക്വൽ ടു, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്നു, നമ്മൾ പുതിയ നമ്പർ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ അതിന്റെ സ്ക്വയർ റൂട്ട് പിന്നെ ഒന്നേന്ന് പറഞ്ഞ് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ ആരാ ഒറ്റയ്ക്കുള്ളത്? നമ്മുടെ 7 അല്ലേ? ഈ 7നെ നമ്മൾ എന്തോ ഈ 252നെ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തിരുന്നു അല്ലേ? അതായത് നമ്മൾ ഈ 7നെ എന്ത് ചെയ്യുക ചെയ്തത്? അങ്ങ് കളയുക ചെയ്തത് അല്ലേ? ബാക്കി അപ്പോൾ ഇവിടെ എല്ലാവരും ആരൊക്കെ ഉണ്ട്? ഇവിടെ 2 ഉണ്ട് 3 ഉണ്ട്. അപ്പൊ അത് വേണം നമ്മളെടുത്ത് എഴുതാനായിട്ട്, അല്ലാതെ നമ്മൾ പുതുതായിട്ട് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 36 കണ്ടുപിടിക്കാൻ പറഞ്ഞ എന്താ ചെയ്യേണ്ടുള്ളത്? ഈ എക്സ്ട്രാ വന്നിരിക്കുന്ന ആളുണ്ടല്ലോ, ഇവിടെ ഇവരൊരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, 2ഉം 3ഉം ഒക്കെ ആയിട്ട് ഒരു ഗ്രൂപ്പ് ചെയ്ത് അവരിങ്ങനെ ഇരിക്കുക. അപ്പൊ 7 ഇങ്ങനെ എക്സ്ട്രാ വന്നു പറയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത പുതിയ നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോൾ 7 എടുത്ത് നമ്മൾ കളയുക. നമുക്ക് വേണ്ട നമ്മുടെ 7നെ. ആ 7 ഇല്ലാതെ നമുക്ക് അങ്ങ് എഴുതി വെക്കാം കേട്ടോ. അപ്പൊ എങ്ങനെ എഴുതാം? നമുക്ക് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, എത്ര 2 ഉണ്ട്? 2 2. അടുത്ത എത്ര 3 ഉണ്ട്? 2 3 ഇസ് ഈക്വൽ ടു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടുള്ളത്? സ്ക്വയർ റൂട്ട് കാണാൻ വേണ്ടിയിട്ട് ഇതിന്ന് ഓരോന്നിനെ എടുത്ത് പുറത്ത് എഴുതണം അല്ലേ? അപ്പം 2, ഈ 2 2ൽ നിന്നും ഞാൻ ഒരു 2നെ എടുത്ത് എഴുതി, ഈ 2 3ൽ നിന്നും ഞാൻ ഒരു 3നെ എടുത്ത് എഴുതി. അപ്പൊ എന്താ നമുക്ക് ആൻസർ കിട്ടിയത്? 6. കണ്ടോ? അപ്പൊ നമ്മൾ കണ്ടുപിടിച്ച പുതിയ നമ്പറിന്റെ സ്ക്വയർ റൂട്ട് നമ്മൾ ഇവിടെ ഈസി ആയിട്ട് കണ്ടെത്തി. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് വണ്ണിലോട്ട് പോവാം. അപ്പൊ നമ്മുടെ 6th വണ്ണിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്, 2925. അപ്പൊ നമുക്ക് ചെയ്യാം പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് വഴി. 2925. ഓക്കെ, ഇത് എൻഡിങ് വിത്ത് 5 ആണ് അല്ലേ? അപ്പൊ 5 ആകുമ്പോൾ നമുക്ക് മനസ്സിലായി 2ന്റെ ടേബിൾസിൽ പോകില്ല. നമുക്ക് 3യുടെ ടേബിൾസിൽ പോകുന്നു നോക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞു തന്നിട്ടുണ്ട്, സ്മോളസ്റ്റ് നമ്പേഴ്സിൽ വേണം നമ്മൾ തുടങ്ങാനായിട്ട്. ഇവിടെ 5 കണ്ടെന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടുവന്ന് 5 ഇട്ട് ചെയ്ത് തുടങ്ങരുത്. ഓക്കെ, ആദ്യം 2ലുണ്ടോ എന്ന് നോക്കണം, പിന്നെ 3ലുണ്ടോ എന്ന് നോക്കണം. ഇതിലില്ലെങ്കിൽ അടുത്ത നമ്പർ ആയിട്ടുള്ള 5ലോട്ട് നമ്മൾ പോകാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2925. 3ലുണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുന്നേ? നേരെ എളുപ്പം വഴി പറഞ്ഞു തന്നിരുന്നല്ലോ. എന്തായിരുന്നു? നമ്മുടെ ഈ ഡിജിറ്റുകളെല്ലാം കൂടി തമ്മിൽ ആഡ് ചെയ്ത് നോക്കിയാൽ മതി അല്ലേ? ഇതാ ഇതേപോലെ 2 + 9 + 2 + 5 നോക്കാം. 9 10 11 12 13. 13 + 5 is 18. അപ്പൊ 18 എന്തിന്റെ ടേബിൾസിലുണ്ട്? 3യുടെ ടേബിൾസിലുണ്ട്. കണ്ടോ? ഇങ്ങനെ കൂട്ടുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. അത് നമ്മൾ 3യുടെ ടേബിൾസിലുണ്ടോ എന്ന് നോക്കണം. 3യുടെ ടേബിൾസിൽ ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോണം ഇതെന്താണ്? 3യുടെ ടേബിൾസിൽ പോണ നമ്പർ ആണെന്ന്. ഓക്കെ, ഇനിയിപ്പോ ഇങ്ങനെ ചെയ്യാൻ അറിഞ്ഞൂടാത്ത മക്കൾസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് എനിക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി എന്ന്. ഓക്കെ, അപ്പോൾ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ റിമൈൻഡർ 0 വന്നാൽ നമ്മൾ എന്താ മനസ്സിലാക്കിക്കോണം? അത് 3യുടെ ടേബിൾസിൽ പോകുന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ 3 എഴുതാം. അപ്പോൾ നമുക്കറിയാം 8 3s are 24 അല്ലേ? ഓക്കെ, 8 3s are അല്ല, 9 3s are 27, then 2 7 3s are 21, then 1 5 3s are 15. ഇങ്ങനെ ഒറ്റയടിക്ക് നോക്കാൻ അറിഞ്ഞൂടാത്ത എൻ്റെ മക്കൾസ് എന്ത് ചെയ്യണം? ഇതേപോലെ ഡിവൈഡ് ചെയ്ത് നോക്കി ആൻസർ കണ്ടുപിടിക്കണം. ഓക്കെ, ഒറ്റയടിക്ക് നോക്കാനൊക്കെ ഞാൻ ആ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിന്റെ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, നമുക്ക് പഠിച്ചേക്കണേ. അപ്പൊ ഇവിടെ വീണ്ടും 5 കൊണ്ടാണ് എൻഡ് ചെയ്തത്. അപ്പൊ നമുക്ക് ഇത് ആരുടെ ടേബിൾസിൽ വരുമോന്ന് നോക്കാം? നമ്മുടെ 3യുടെ ടേബിൾസിൽ. ഓക്കെ, അപ്പൊ 9 + 7 + 5 എന്താ കിട്ടും ആൻസർ? 9 + 7 ഓക്കെ 16, then 16 + 5 is 21 അല്ലേ? അപ്പൊ 21 3യുടെ ടേബിൾസിലുണ്ടല്ലോ. അപ്പൊ ഇവിടെ 3 കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, 3 3s are 9, 3 2s are 6, 5 3s are 15. ഇനി ഇത് 3യുടെ ടേബിൾസിലുണ്ടോ നോക്കാം. 3 + 2 6, 6 + 5 11. ഇല്ല, ഇതാ നോക്കിക്കേ, കാണിച്ചു തരാം. 3 + 2 + 5 എന്താ കിട്ടിയത്? നമുക്ക് ആഡ് ചെയ്തപ്പം 11 എന്നാ കിട്ടിയത്. അപ്പൊ 11 3യുടെ ടേബിൾസിലുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ 3 കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്തോട്ടാ ചെയ്യേണ്ടുള്ളത്? പിന്നെ ആരാ അടുത്തത്? 5. അപ്പോഴും നമുക്ക് 5 കൊണ്ട് ചെയ്യാം. 6 5s are 30, 5 5s are 25. നോക്കിക്കേ, ഇതും 5ന്റെ ടേബിൾസിലല്ലേ പോകത്തുള്ളൂ. അപ്പൊ 5 1s are 5,
5 3s are 15. ഇനി 13 എന്തിന്റെ ടേബിൾസിലേ പോകത്തുള്ളൂ? ഏതിന്റെ ടേബിൾസിലേ പോകത്തുള്ളൂ? 13ന്റെ ടേബിൾസില്. അപ്പൊ 13 1s are 13. അപ്പൊ ഇവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. 1 കിട്ടി അപ്പോഴേ സ്റ്റോപ്പ് ചെയ്തോണം. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ എങ്ങനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി എടുക്കാന്ന് നോക്കാം. നമ്മൾ നോക്കി. ഓക്കെ, ഇവരും പെയറുണ്ട്, നമുക്ക് ഒരെണ്ണം എടുക്കാനുണ്ട്. അടുത്ത 5നും പെയറുണ്ട്. ഇതേ 13 ഒറ്റയ്ക്ക് കിടക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്ട്രാ വന്ന 13നെ കൊണ്ട് നമുക്ക് 2925നെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പം നമുക്ക് ഇവിടെ എഴുതാം ടു മേക്ക് ഇറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ ഡിവൈഡ് ഇറ്റ് ബൈ 13. ഓക്കെ, ഇനി എന്ത് എഴുതാം? 2925 ഡിവൈഡഡ് ബൈ 13 ഇസ് ഈക്വൽ ടു എന്താ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. 2925 ഡിവൈഡ് ചെയ്ത് നോക്കാം നമുക്ക്. 13 2s are 26, then 3, then 32, then വീണ്ടും 13 2s are 26, then 6, പിന്നെ എന്ത് ചെയ്തു? നമ്മുടെ 5നെ ഇങ്ങോട്ട് ഇറക്കി. അപ്പൊ നമുക്കറിയാം 13 into 5 ആണ് 65 എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ നമുക്ക് 0 എന്ന് റിമൈൻഡറും കിട്ടി. അപ്പൊ എത്രയും നമുക്ക് ആൻസർ കിട്ടിയത്? 225. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാം. സോറി, ആദ്യം നമുക്ക് എടുത്ത് എഴുതാം. ന്യൂ നമ്പർ ഒബ്റ്റെയിൻഡ് ഇസ് ഈക്വൽ ടു 225. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. റൂട്ട് ഓഫ് 225 ഇസ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ വീണ്ടും പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് വഴി കണ്ടെത്തണ്ടല്ലോ. നമ്മൾ കണ്ടെത്തിയ ഐഡിയ എന്താണ്? നമ്മുടെ ഗ്രൂപ്പിലോട്ട് ഇവിടെ ഒരാൾ എക്സ്ട്രാ വന്നു അറിയിട്ടുണ്ട്. ആരായിരുന്നു? 13. അയാളെങ്കിൽ കളഞ്ഞാൽ പോരെ? ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മൾ നല്ല മിടുക്ക മക്കൾസ് ആയിരുന്നു. നമ്മളിങ്ങനെ ഒരുമിച്ചൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നടന്നപ്പോഴുണ്ട് ഒരലമ്പൻ, ഒരു കുരുത്തം കേട്ടാൽ നമ്മുടെ ഗ്രൂപ്പിലോട്ട് വന്നു കയറി. അപ്പൊ നമ്മൾ എന്താ ചെയ്ത്? ഇവന്റെ കുരുത്തക്കേട് കാരണം ഇവനെ എടുത്ത് ഒരൊറ്റ എറർ. ആരെയും നമ്മൾ ഇവിടെ അറിഞ്ഞത്? നമ്മുടെ ഗ്രൂപ്പ് ആരായിരുന്നു? 2ന്റെയും 3യുടെയും. നമ്മുടെ അടുത്തോട്ട് എക്സ്ട്രാ അലമ്പ് കാണിക്കാൻ ആരാ വന്നത്? 13. അപ്പൊ ആ 13 നമ്മൾ എന്ത് ചെയ്യാ? കളയാ. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം സ്ക്വയർ റൂട്ട് എന്താണ്? എത്ര 3 ഉണ്ട് ഇവിടെ? 3 into 3. എത്ര 5 ഉണ്ട്? 2 5. 5 into 5 is equal to നമുക്കിതാ ഈ പെയറിൽ നിന്നും ഒരു 3 എടുത്ത് എഴുതാം, 5ൽ നിന്നും ഒരു 5നെ എടുത്ത് എഴുതാം. അപ്പൊ എത്രയാണ് നമുക്ക് ആൻസർ കിട്ടിയത്? 15. കണ്ടോ? ഇങ്ങനെ മാത്രം ഓർത്ത് വെച്ചാൽ മതി. പുതിയ നമ്പർ നമ്മൾ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ അതിന്റെ സ്ക്വയർ റൂട്ട് എഴുതാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഗ്രൂപ്പിലോട്ട് വന്ന് കുരുത്തം കിട്ടവനെ എടുത്തെന്ന് കളഞ്ഞാൽ മതി. ഓക്കെ, അങ്ങനെ ഓർത്ത് വെച്ചാൽ പോരെ? അപ്പൊ തെറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 396. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. 396. അപ്പൊ എന്തുകൊണ്ട് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതിനെ എൻഡിങ് വിത്ത് ഈവൻ നമ്പേഴ്സ്, സോ 2 കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ 2, then 2 1s are 2 1, 9 2s are 18 1, 8 2s are 16, then 2 9 2s are 18 1, 9 2s are 18. ഇങ്ങനെ സ്പീഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഒറ്റയടിക്കുള്ളത് നമ്മൾ പഠിക്കണം. അതിന് എന്താ ചെയ്യേണ്ടത്? പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ചെയ്ത വീഡിയോ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ 9 9 ആ വന്നിരിക്കുന്നത്. എന്തിന്റെ ടേബിൾസിൽ പോകും? 3യുടെ ടേബിൾസിൽ. 3 3s are 9, 3 3s are 9. ഇനി വീണ്ടും 3യുടെ ടേബിൾസിൽ പോകും. അപ്പൊ നമുക്ക് 11 11 3s are 33, 11 1s are 11. അപ്പൊ ചെയ്തു തീർത്തു അല്ലെ? ഇനി നമുക്ക് ഇതിനെ എങ്ങനെ പെർഫെക്റ്റ് സ്ക്വയറിലോട്ട് ആക്കാന്ന് നോക്കാം. അപ്പോൾ ഇവിടെ 2ന് പേരുണ്ട്, 3യുടെ പേരുണ്ട്, പക്ഷേ 11ന് പേരില്ല. അപ്പൊ ഇവിടുത്തെ കുത്തും കിട്ടവൻ ആരാണ്? നമ്മുടെ 11. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ടു മേക്ക് ഇറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ ഡിവൈഡ് ഇറ്റ് ബൈ 11. കണ്ടോ? നമുക്ക് ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ? അപ്പൊ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം എന്താ കിട്ടുന്നതെന്ന്. 396, 11 3s are 33. അപ്പൊ 6 എന്ന് കിട്ടി. ഇവിടെ 6, 11 6 are 66. ഓക്കെ, അപ്പൊ എന്താ നമുക്ക് ഇവിടെ കിട്ടിയത്? 36. അപ്പൊ ഇനി എന്ത് ചെയ്താൽ മതി? ഇതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. അതിന് മുമ്പായിട്ട് എന്തെടുത്ത് എഴുതണം? ന്യൂ നമ്പർ obtained is equal to 36. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 36 is equal to, ഇനി എങ്ങനെയാ നമ്മൾ സ്ക്വയർ റൂട്ട് എഴുതാൻ പഠിച്ചത്? നമ്മുടെ കുരുത്തം കിട്ടവനെ എടുത്തങ്ങ് കളഞ്ഞിട്ട് അല്ലേ? ബാക്കി അപ്പൊ ആരൊക്കെയാ ഉള്ളത്? 2 2,
then 2 3. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ സ്ക്വയർ റൂട്ടിനെ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പെയറിൽ നിന്നും ഓരോരുത്തരെ എടുത്ത് എഴുതണം. 2ന്റെ പെയറിൽ നിന്നും 2, അടുത്തത് 3യുടെ പെയറിൽ നിന്നും 3. എന്ത് കിട്ടി നമുക്ക് ആൻസർ? 6. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2645. അപ്പൊ എങ്ങനെ ചെയ്യാം നമുക്ക്? 2645. ഇനി ഇതിന്റെ ടേബിൾസിൽ ഉണ്ടോ എന്ന് ഫസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 3യുടെ ടേബിൾസിലെ നോക്കിക്കേ, ഇത് തമ്മിൽ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 6 + 2 7 8 8 + 4 12 + 5 17. 17 3യുടെ ടേബിൾസിലുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്? 5 കൊണ്ട് ചെയ്ത് നോക്കണം അല്ലേ? 5 5s are 25, then 1 5 2s are 10, then 5 29 കിട്ടിയില്ലേ? അപ്പോൾ 529 എന്തിന്റെ ടേബിൾസിലാണ് വരുന്നത്? നമുക്ക് 3യുടെ ടേബിൾസിൽ വരുമോ എന്നൊന്ന് നോക്കാം അല്ലേ? നോക്കിക്കേ, 5 + 2 6 7 9 + 7 is 16 അല്ലേ? ഓക്കെ, 16 എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ 3യുടെ ടേബിൾസിൽ വരില്ല. പിന്നെ എന്തിന്റെ ടേബിൾസായി? 529 വരുന്നത് 7ന്റെ ടേബിൾസിൽ ഒന്നുമില്ല. അപ്പൊ ഏതിന്റെ ടേബിൾസിലായിരിക്കും? 23യുടെ സ്ക്വയർ ആണ് 529 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇനി 23 എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത് ഇവിടെ? 23 × 23 ആണ് 529. 23 എന്തിന്റെ ടേബിൾസിലെ പോകത്തുള്ളൂ? 23യുടെ. അപ്പൊ 23 ones are 23. ഓക്കെ, ക്ലിയർ? ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇതിനെ ഇങ്ങനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പൊ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് 5 ഇവിടെ ഒറ്റയ്ക്കാണ് കിടക്കുന്നത്. 23ക്കാണെങ്കിൽ പെയർ ഉണ്ട്. അപ്പൊ ഇവിടുത്തെ കുരുത്തം കിട്ടവൻ ആരാ? നമ്മുടെ 5. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് എഴുതാം ഡിവൈഡഡ് ബൈ 5. ഓക്കെ, അപ്പൊ 2 6 4 5 ഡിവൈഡഡ് ബൈ 5 is equal to എന്താ കിട്ടും നമുക്ക് ആൻസർ? നമുക്ക് നോക്കാം. 5 5s are 25, 1 14, 5 2s are 10. എന്തിനാ വെറുതെ ചെയ്ത് നോക്കുന്നത്? ഇവിടെ അത് ഡിവൈഡ് ചെയ്ത ആൻസർ അല്ലേ 529 എഴുതിയിരിക്കുന്നത്. എന്നാലും ചെയ്ത് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്താ കിട്ടിയത്? 529. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം ന്യൂ നമ്പർ obtained is equal to, പുതിയ നമ്പർ എന്താ കിട്ടിയത് നമുക്ക്? 529. ഇനി എന്ത് ചെയ്യാം? നമുക്ക് അതിന്റെ സ്ക്വയർ റൂട്ട് കാണാം. 529ന്റെ സ്ക്വയർ റൂട്ട് എന്താണ്? റൂട്ട് ഓഫ് 529 എന്ന് പറയുന്നത് നമ്മുടെ കുരുത്തം കിട്ടവനെ ഇവിടെ നമുക്ക് വേണ്ട അല്ലേ? സ്ക്വയർ റൂട്ട് എടുത്ത് എഴുതാൻ നേരത്ത്. പിന്നെ ആരെയാ വേണ്ടുള്ളത്? നമ്മുടെ ഈ 23നെ. ഓക്കെ, 23 × 23. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിൽ നിന്നും ഒരെണ്ണത്തിന് എടുത്ത് എഴുതണം. അപ്പൊ എന്തായി? നമ്മുടെ ആൻസർ ആയി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്തത് 2800. നമുക്ക് ചെയ്ത് നോക്കാം. 2 കൊണ്ടുപോകല്ലേ? ലാസ്റ്റ് 0 വന്നിരിക്കുന്നത്. അപ്പൊ 2 1s are 2, 4 2s are 8, 0. വീണ്ടും 2ല് പോവും. 7 2s are 14, 700. വീണ്ടും 2ല് പോവും. 3 2s are 6, 1 5 2s are 10. വീണ്ടും 2ല് ലാസ്റ്റ് 0ല് വരുന്നോണ്ട് എല്ലാം 2ല് പോകും അല്ലേ? ചെയ്ത് കാണിക്കണ്ടല്ലോ. ഒന്നേ അറിഞ്ഞുകൂടാത്തവർ ഡിവിഷൻ ചെയ്ത് നോക്കുക, ഇല്ലെങ്കിൽ ഒറ്റ എടുക്കുക. ഇതേപോലെ 2 1s are 2, ബാലൻസ് വരുന്ന 1 ഇവിടെ ഇട്ടു. അപ്പൊ 15 ആയി. അപ്പൊ 7 2s are 14, ബാലൻസ് വരുന്ന 1 ഇവിടെ ഇട്ടു. 5 2s are 10. അറിഞ്ഞുകൂടാത്ത മക്കൾസ് ആ വീഡിയോ കാണണേ. അപ്പൊ ഇവിടെ 175 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് 3യുടെ ടേബിൾസിലുണ്ടോ എന്ന് നോക്കാം. അപ്പൊ നോക്കിക്കേ, 7 + 1 8, 8 + 5 13 ആ കിട്ടുന്നത്. 13 3യുടെ ടേബിൾസിലുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് 5 കൊണ്ട് ചെയ്യാം. 5 3s are 15, then 2 5 5s are 25, then 5 7 5s are 35, then 7 1s are 7. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്കതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റണം. അപ്പോൾ ആരൊക്കെ ഉണ്ടാ ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക്. ഇവിടെ 2ന് പെയർ ഉണ്ട്, ഇവിടെയും പെയർ ഉണ്ട്, 5നും പെയർ ഉണ്ട്. ആരാണ് എക്സ്ട്രാ വന്നിരിക്കുന്നത്? നമ്മുടെ 7. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ടു മേക്ക് ഇറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ, ഡിവൈഡ് ഇറ്റ് ബൈ 7. അപ്പൊ നമുക്ക് 2800നെ എന്തുകൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും ആൻസർ? 400 അല്ലേ? അപ്പൊ നമുക്ക് എഴുതാം ന്യൂ നമ്പർ obtained is equal to 400 അല്ലേ? ഇനി എന്താ ചെയ്യേണ്ടത്?
400ന്റെ സ്ക്വയർ റൂട്ട് ആണ് ഇസ് ഈക്വൽ ടു എങ്ങനെയാ നമുക്ക് സ്ക്വയർ റൂട്ട് എടുത്ത് എഴുതാൻ പറ്റുന്നേ നമുക്ക് ആരെവിടെ എക്സ്ട്രാ വന്നു കയറിയത് നമ്മുടെ 7 നമുക്ക് ആ 7 എങ്ങ് കളയാം ബാക്കി ആരൊക്കെ ഇവിടെ ഉള്ളത് 2 into 2 into 2 into 2 into 5 into 5 ഇനി എന്താ ചെയ്യേണ്ടുള്ളത് ഇവരിൽ നിന്ന് ഓരോരുത്തരെ എടുക്കണം ഈ 2 2ൽ നിന്നും ഒരു 2 അടുത്ത ഈ 2 2ൽ നിന്നും ഒരു 2 അടുത്ത ഈ 2 5ൽ നിന്നും ഒരു 5 ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക് 20 എളുപ്പമല്ലായിരുന്നോ ചെയ്യാനായിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം എന്റെ ലാസ്റ്റ് വൺ 1620 അപ്പൊ നമുക്ക് ചെയ്യാം 1620 2 8 1 0 then 2 4 2s are 8 5 2s are 10 okay 45 അപ്പൊ ഇത് എന്തിന്റെ ടേബിൾസിലാണ് ഉള്ളത് നേരെ എടുത്ത് വെച്ചിട്ട് 45 കണ്ട ഉടനെ 5 9s are 45 എഴുതരുത് ഇത് 3യുടെ ടേബിൾസിൽ ഉണ്ടോ എന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്യണം ഉണ്ടല്ലോ അതാ ഡിജിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് എന്താ കിട്ടിയത് 9 എന്തിന്റെ ടേബിൾസിലുണ്ട് 3യുടെ ടേബിൾസിൽ അപ്പൊ ഇതിൽ എന്തില് പോകും 3യില് 3 1s are 3 5 3s are 15 ഇനിയും എന്തിന്റെ ടേബിൾസിലുണ്ട് ഇത് 3യുടെ ടേബിൾസിൽ then 5 1s are 5 okay clear okay ഇനി നമുക്ക് ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി ഈ 5 കൊണ്ട് കാരണം എന്താ ഇതിന് പേരുണ്ട് ഇവ മാത്രമാണ് എക്സ്ട്രാ വന്നത് അപ്പൊ ആ എക്സ്ട്രാ വന്ന സാധനം കൊണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഡിവൈഡ് ചെയ്യേണ്ടത് അപ്പൊ 1620 ഡിവൈഡഡ് ബൈ 5 is equal to എത്ര കിട്ടും നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം 5 3s are 15 then 1 2 5 2s are 10 2 0 then 5 4s are 20 0 അപ്പൊ എത്ര കിട്ടിയത് നമുക്ക് 324 നമുക്ക് എടുത്ത് എഴുതാം ന്യൂ നമ്പർ obtained is equal to 324 ഇനി എന്ത് കാണണം സ്ക്വയർ റൂട്ട് ആണ് 324 is equal to square root of എന്ത് ചെയ്താൽ മതി ഇവിടെ ആരെ നമ്മുടെ കുത്തും കിട്ടാൻ നമ്മുടെ 5 അല്ലേ ആ 5നെ നമുക്ക് അങ്ങ് കളയാം ബാക്കി ആരൊക്കെയാണ് ഇവിടെ ഉള്ളത് 2 into 2 into 3 into 3 ഇനി എന്താ ചെയ്യേണ്ടുള്ളത് ഇതിൽ നിന്നും ഓരോന്നിനെ എടുത്ത് എഴുതണം അപ്പൊ 2ൽ നിന്നും ഒരു 2 3ൽ നിന്നും ഒരു 3 അപ്പൊ എന്താ നമുക്ക് കിട്ടിയത് 6 ക്ലിയർ എനിക്ക് ഈസി അല്ലേ ചെയ്യാനായിട്ട് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം അപ്പോൾ നമ്മുടെ 7th ക്വസ്റ്റ്യൻ ഇതാണ് The students of class 8 of a school donated rupees 2,401 in all for Prime Minister Relief Fund. Each student donated so many rupees as the number of students in the class. Find the number of students in the class. അപ്പോൾ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യൻ കണ്ടിട്ട് ആരും പേടിക്കണ്ട കേട്ടോ ഭയങ്കര ഈസി ആയിട്ടുള്ള സംഭവമാണ് പറഞ്ഞുതരാം അപ്പൊ ഇവിടെ 8th ക്ലാസ് അല്ലേ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ 8th ക്ലാസ് സ്റ്റുഡൻസ് ആണല്ലോ അപ്പൊ നിങ്ങളെ വെച്ചിട്ട് പറഞ്ഞുതരാം അതായത് നിങ്ങളുടെ ക്ലാസ് ഉണ്ടല്ലോ നിങ്ങളുടെ സ്കൂളിലെ 8th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് എല്ലാം കൂടി നമ്മുടെ പ്രൈം മിനിസ്റ്ററിന്റെ റിലീഫ് ഫണ്ടിലേക്ക് ഒരു കുറച്ച് റുപ്പീസ് ഡൊണേറ്റ് ചെയ്തു എത്ര റുപ്പീസ് അവിടെ പറഞ്ഞിരിക്കുന്നത് 2,401 റുപ്പീസ് ഡൊണേറ്റ് ചെയ്ത് ഓക്കെ ഇനി എന്റെ അടുത്ത സ്റ്റെപ്പിൽ നമ്മളോട് പറഞ്ഞിരുന്നത് 8 സ്റ്റുഡന്റ് ഡൊണേറ്റഡ് സോ മെനി റുപ്പീസ് ആസ് എ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാം ഇപ്പൊ നിങ്ങൾ 8th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് ഓക്കെ നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടോ അത്രയും തന്നെ റുപ്പീസ് ആണ് ഓരോ കുട്ടികളും കൊടുത്തത് മനസ്സിലായില്ല അല്ലേ ഒന്നും എന്താണെന്ന് അറിയാം സംഭവം ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു 50 സ്റ്റുഡൻസ് ഉണ്ടെന്ന് വെച്ചോ അപ്പൊ ഓരോ കുട്ടികളും എത്ര രൂപ വെച്ചിട്ടാ കൊടുത്തത് 50 റുപ്പീസ് വെച്ചിട്ട് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓക്കെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടോ അത്രയും ആ റുപ്പീസ് വെച്ചിട്ടാണ് കൊടുത്തത് അതായത് 10 സ്റ്റുഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ സ്റ്റുഡന്റും കൊടുത്തത് 10 റുപ്പീസ് വെച്ചിട്ടാണ് മനസ്സിലായോ അപ്പൊ എത്ര സ്റ്റുഡൻസ് ഉണ്ടോ അതിന്റെ എണ്ണം വെച്ചിട്ടാണ് ഓരോ സ്റ്റുഡൻസും ഡൊണേറ്റ് ചെയ്തത് ഓക്കെ ഇപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണുമല്ലോ 20 സ്റ്റുഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ കുട്ടികളും എത്ര റുപ്പീസ് വെച്ചിട്ടായിരിക്കും 20 റുപ്പീസ് വെച്ചിട്ടായിരിക്കും ഓക്കെ അപ്പൊ ക്ലിയർ ആയേ എന്നിട്ട് എന്താ പിന്നെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് ആ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട് എന്നുള്ളതാണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ എണ്ണം അറിയാവോ ഇല്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ എക്സൈറ്റ് എടുക്കാം ഓക്കെ പറഞ്ഞില്ലേ നമുക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ എക്സൈറ്റ് എടുക്കാന്ന് അത് ഞാൻ എന്താ ഇവിടെ അടുത്ത് എഴുതി വെച്ചു ലെറ്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ബി എക്സ് നമുക്ക് അറിഞ്ഞൂടാത്ത സ്റ്റുഡൻസിനെ നമ്മൾ എക്സൈറ്റ് എടുത്തു ഓക്കെ ഇനി അടുത്ത് എന്തോ നമുക്ക്
അറിയേണ്ടത് എമൗണ്ട് ഡൊണേറ്റഡ് ബൈ ഈച്ച് സ്റ്റുഡൻറ്. ഓരോ സ്റ്റുഡൻറ്റും എത്ര രൂപ വീതം വെച്ച് കൊടുത്തു. ഞാൻ എന്താ നേരത്തെ പറഞ്ഞു തന്നത്, ഒരു ക്ലാസ്സിൽ നിങ്ങളുടെ ക്ലാസ്സിൽ 10 കുട്ടികളെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര രൂപ വെച്ചിട്ടാണ് കൊടുത്തത്? ഓരോരുത്തരും 10 rupees വെച്ചിട്ട്. അപ്പൊ ഇവിടെ x സ്റ്റുഡൻസ് ആ ഉള്ളത്. അപ്പൊ എത്ര റുപ്പീസ് വെച്ചിട്ടായിരിക്കും ഓരോ സ്റ്റുഡൻറ്റ് കൊടുക്കുന്നത്? x rupees. ഓക്കെ, അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതാം ഇവിടെ? റുപ്പീസ് x അല്ലെ, x rupees വെച്ചിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇനി എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? ടോട്ടൽ എമൗണ്ട് അല്ലെ, അവർ എത്ര രൂപയാണ് ഫുൾ ഡൊണേറ്റ് ചെയ്തത് പ്രൈം മിനിസ്റ്ററിന്റെ റിലീഫ് ഫണ്ടിലേക്ക്? 2401 rupees. അതും ഞാൻ ഇവിടെ എടുത്ത് എഴുതി. ഓക്കെ, കണ്ടോ? ടോട്ടൽ എമൗണ്ട് ഡൊണേറ്റഡ് ഈസ് ഈക്വൽ ടു 2401 rupees. ഇനി എങ്ങനെയാണ് നമ്മൾ നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ കണ്ടുപിടിക്കുന്നത്? നോക്കിക്കോ, ശ്രദ്ധിച്ചിരിക്കണേ. അപ്പൊ നമുക്കറിയാം x സ്റ്റുഡൻസ് എത്ര രൂപ ഡൊണേറ്റ് ചെയ്തു? x rupees ഡൊണേറ്റ് ചെയ്തു അല്ലെ. അപ്പൊ ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 2401. മനസ്സിലായില്ലേ? ഒരു എളുപ്പവഴി പറഞ്ഞുതരാം. അതായത് നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര സ്റ്റുഡന്റ് ഉണ്ട്? 5 സ്റ്റുഡൻസ്. അപ്പൊ ഓരോ കുട്ടിയും എത്ര രൂപ വെച്ചിട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത്? 5 rupees വെച്ചിട്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പൊ മൊത്തം എത്ര രൂപ കൊടുത്തു എന്ന് കണ്ടെത്താനായിട്ട് നമ്മൾ എന്താ ചെയ്യുക? 5 into 5 ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 25. അപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് എത്ര രൂപയാണ് കൊടുത്തത്? 25 rupees. കണ്ടോ? അതേപോലെ നമ്മൾ എവിടെയും കണ്ടെത്തിയിരിക്കുന്നത് കണ്ടോ? നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന കുട്ടികൾ x. അവർ ഓരോരുത്തരും എത്ര രൂപ വെച്ചിട്ടാണ് കൊടുത്തത്? x rupees വെച്ചിട്ട്. അപ്പൊ നമ്മൾ ഫുൾ എമൗണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് രണ്ടും കൂടി തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ക്ലിയർ? ഒന്നും കൂടി പറഞ്ഞുതരാം, ഒരു എക്സാമ്പിളും കൂടി പറഞ്ഞുതരാം. അതായത് ഓക്കെ, നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു 10 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എത്ര സ്റ്റുഡൻസ് ഉണ്ടോ ആ നമ്പർ വെച്ചിട്ടാണ് ഓരോ കുട്ടികളും കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ 10 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ ഓരോ കുട്ടികളും എത്ര രൂപ വീതം വെച്ചായിരിക്കും കൊടുത്തിരിക്കുന്നത്? 10 rupees വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ മൊത്തം എത്ര രൂപ കൊടുത്തു എന്ന് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? നമ്മള് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻറ്റു നമ്മൾ ഓരോരുത്തരും കൊടുത്ത ക്യാഷ്. അപ്പൊ എത്രയാണ് നമുക്ക് കിട്ടിയത്? 100. അപ്പൊ നിങ്ങളുടെ ഒരു ക്ലാസ്സിൽ നിന്ന് എത്ര രൂപ ഡൊണേറ്റ് ചെയ്തത്? 100 rupees. ഇതേപോലെയാണ് നമ്മൾ എവിടെയും കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി x into x ആണ് 2401 എന്ന്. ഇവിടുത്തെ x എന്ന് പറയുന്നത് നമ്മുടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലെ. ഇവിടുത്തെ x എന്ന് പറയുന്നത് എത്ര എമൗണ്ട് ആണ് ഓരോ സ്റ്റുഡന്റും കൊടുത്തത്. എമൗണ്ട് ഡൊണേറ്റഡ് ബൈ ഈച്ച് സ്റ്റുഡന്റ്. ക്ലിയർ? അപ്പൊ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് 2401 എന്ന് കിട്ടിയത്. ദാറ്റ് മീൻസ് x into x എന്ന് വെച്ചാൽ എന്താണ്? x സ്ക്വയർ അല്ലേ. ഒരു നമ്പർ 2 തവണ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എടുത്ത് എഴുതാൻ പറ്റും? x സ്ക്വയർ അല്ലേ. ഇപ്പൊ 5 into 5 എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതുമായിരുന്നു? 5 സ്ക്വയർ എന്ന് എഴുതുമായിരുന്നു. അതേപോലെ x into x വന്നപ്പോൾ നമ്മൾ എങ്ങനെ എഴുതി? x സ്ക്വയർ. അപ്പോൾ x square is equal to 2401. ഇനി ഇങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ എണ്ണം. നോക്കിക്കേ, നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് കണ്ടുപിടിക്കാം. അതായത് സോറി, എക്സ് സ്ക്വയർ ദെൻ ഇതിൽ നിന്നും അതായത് 2x മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 2401 കിട്ടുന്നത്. അപ്പൊ ഇതിൽ നിന്നും ഒരു എക്സിനെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? സ്ക്വയർ റൂട്ട് കണ്ടാൽ മതി. 2401ന്റെ സ്ക്വയർ റൂട്ട് കണ്ടാൽ നമ്മൾക്ക് ഒരു എക്സിന്റെ ആൻസർ കിട്ടും. ദാറ്റ് മീൻസ് നമ്മുടെ നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് ഇതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടു നോക്കാം. മനസ്സിലായോ? അതായത് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 2401 ആയിരുന്നു. ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാം. നമ്മുടെ 2401ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് വഴി നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ് അതിന്റെ സ്ക്വയർ റൂട്ട് അല്ലേ. 2401 ഇവിടെ ഓഡ് നമ്പറിലാണ് അവസാനിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ 2 കൊണ്ട് പറ്റത്തില്ല, 3 കൊണ്ട് ഇതാ നമുക്ക് ഡിജിറ്റ് തമ്മിൽ ആഡ് ചെയ്ത് നോക്കാം. 2 + 4 6, then 6 + 1 7. 7 3യുടെ മൾട്ടിപ്പിൾസിൽ ഇല്ല. അപ്പൊ പിന്നെ ഇത് എന്തിന്റെ ടേബിൾസിലേക്ക് പോകും? 7ന്റെ ടേബിൾസിൽ. 343 into 7 ആണ് 2401 എന്ന് പറയുന്നത്. ഓക്കെ, അറിഞ്ഞിടാത്തവർ ഇതേപോലെ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ ആൻസർ കിട്ടും. അപ്പൊ ഇവിടെ 343 എന്ന് കിട്ടി അല്ലെ. അപ്പൊ ഇനി ഇത് എന്തിന്റെ ടേബിൾസിലാണ് പോണത്? 4 + 3 7. ഇത് നമുക്ക് 3യുടെ ടേബിൾസിൽ പോകില്ല. പിന്നെ ഇത് എന്തിന്റെ ടേബിൾസിലേ പോവുള്ളൂ?
7 to 3 അല്ലേ 7 to tablesൽ പോകും 49 into 7 then 7 sevens are 49 7 ones are 7 ഓക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുത്ത് എഴുതാലോ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ അപ്പൊ സ്ക്വയർ റൂട്ട് ആണ് x is equal to square root of എന്തൊക്കെയാ അവിടെ ഉള്ളത് 4 7 അല്ലേ അപ്പൊ 7 into 7 അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യണം ഓരോന്നിനെ എടുത്തേതാണ് അല്ലേ ഈ 7ൽ നിന്ന് ഒരെണ്ണം അടുത്ത ഈ 2 7ൽ നിന്നും ഒരെണ്ണം എത്ര കിട്ടിയ നമുക്ക് 49 കിട്ടിയല്ലേ അപ്പൊ എക്സ് എത്രയാ നമുക്ക് കിട്ടിയത് 49 ഈ എക്സ് നമ്മൾ എന്തായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആയിട്ട് അപ്പൊ നമുക്ക് എങ്ങനെ എടുത്ത് എഴുതാം ഇവിടെ ആൻസർ നമ്പർ ഓഫ് സ്റ്റുഡൻസ് in the class is equal to എത്രയാണ് 49 അപ്പൊ നമ്മുടെ ആൻസർ എത്രയാ കിട്ടിയത് നമുക്ക് 49 ഇവര് കൊടുത്ത രൂപ അതായത് ഓരോ സ്റ്റുഡൻസും കൊടുത്ത എമൗണ്ട് എത്രയായിരിക്കും 49 കാരണം നമ്മുടെ ക്വസ്റ്റ്യനിൽ നല്ല ക്ലിയർ ആയിട്ട് നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ട് എത്ര സ്റ്റുഡൻസ് ആണോ ക്ലാസ്സിലുള്ളത് ആ നമ്പറിന്റെ അനുസരിച്ചിട്ടാണ് ഓരോ കുട്ടികളും ക്യാഷ് ഡൊണേറ്റ് ചെയ്തതെന്നാണ് നമ്മളെടുത്ത് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു തന്നു ഒരു ക്ലാസ്സിൽ 10 സ്റ്റുഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ സ്റ്റുഡൻസും കൊടുക്കുന്നത് എത്ര റുപ്പീസ് വെച്ചിട്ടായിരിക്കും 10 റുപ്പീസ് വെച്ചിട്ടായിരിക്കും അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്ത് നമ്മുടെ ആൻസർ കണ്ടുപിടിച്ചത് അല്ലേ നമ്മുടെ സ്റ്റുഡൻസിനെ നമുക്ക് അറിയത്തില്ല നമ്പർ അപ്പൊ നമ്മൾ അതിനെ എന്തായിട്ട് എടുത്തു എക്സ് ആയിട്ട് എടുത്തു അപ്പൊ എക്സ് സ്റ്റുഡൻസ് ഉള്ള ക്ലാസ്സിൽ ഓരോ കുട്ടികളും എത്ര റുപ്പീസ് വെച്ചിട്ടായിരിക്കും കൊടുക്കുന്നത് എക്സ് റുപ്പീസ് വെച്ചിട്ട് അപ്പൊ നമുക്കറിയാം ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർ കൊടുത്ത ടോട്ടൽ എമൗണ്ട് കിട്ടും നമുക്കിവിടെ ടോട്ടൽ എമൗണ്ട് ഓൾറെഡി തന്നിട്ടുണ്ട് 2401 ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ പറ്റും എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നമുക്കറിയാം എക്സ് ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ് അപ്പോൾ ഒരു എക്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി ഇതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടാൽ മതി അപ്പൊ സ്ക്വയർ റൂട്ട് കണ്ടപ്പോൾ നമുക്ക് 49 കിട്ടി അപ്പൊ നമുക്ക് എന്താ മനസ്സിലായി എക്സ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് എത്ര സ്റ്റുഡൻസ് ആയിരുന്നു 49 സ്റ്റുഡൻസ് അപ്പൊ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ് 49 ക്ലിയർ അപ്പൊ ഈസി അല്ലായിരുന്നോ ചെയ്യാനായിട്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് വീഡിയോസുമായിട്ട് കാണാം അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം ബിക്കോസ് എന്റെ ചാനൽ 10K-ലോട്ടുള്ള എന്താണ് ഒരു വെയിലാണ് അപ്പൊ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എനിക്ക് പെട്ടെന്ന് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു മാക്സിമം നിങ്ങളുടെ ക്ലാസ്മേറ്റ്സിനൊക്കെ എന്റെ വീഡിയോസ് ഷെയർ ചെയ്യാൻ മറന്നു പോകരുത് ഓക്കെ അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് കമന്റ് ഷെയർ ഒക്കെ ചെയ്യണം ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം താങ്ക് യു സ്റ്റുഡൻസ്